ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ മെക്സിക്കോയെക്കുറിച്ചാണ് ഇത്തവണത്തെ വീഡിയോ. പല കാര്യങ്ങളിലും ചരിത്രപരമായും സാംസ്കാരികപരമായും ഒക്കെ തന്നെ ഒരുപാട് വൈവിധ്യങ്ങളുള്ള, ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു രാജ്യമാണ് മെക്സിക്കോ എന്നുള്ളത്. നമുക്കൊക്കെ അറിയാവുന്ന പോലെ മായ, അതുപോലെ തന്നെ ആസ്ടെക് തുടങ്ങിയ ആൻഷ്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പൗരാണികമായിട്ടുള്ള നാഗരികതകളുടെ ചരിത്രമുള്ള അല്ലെങ്കിൽ അതിൻ്റെ ശേഷിപ്പുകളുള്ള ഒരു സ്ഥലമാണ് മെക്സിക്കോ. അതുമാത്രമല്ല, മെക്സിക്കോ എന്ന് പറയുന്നത് ഒരു കളർഫുള്ളായ ഒരു രാജ്യമാണ്. സംഗീതം, അതുപോലെ തന്നെ ചിത്രകല, അങ്ങനെ എല്ലാ കാര്യത്തിലും, ഭക്ഷണത്തിലും ഒക്കെ തന്നെ വൈവിധ്യമുള്ള ഒരു രാജ്യമാണ് മെക്സിക്കോ. അപ്പോൾ മെക്സിക്കോയിലെ കുറച്ച് പ്രത്യേകതകളാണ് നമ്മൾ ഇത്തവണത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലാറ്റിൻ അമേരിക്കയിലെ പ്രധാന എയർപോർട്ടായ മെക്സിക്കോ സിറ്റി വിമാനത്താവളത്തിൽ ഇറങ്ങി നടന്നാൽ തന്നെ ഈ രാജ്യം കലയ്ക്കും സംസ്കാരത്തിനും കൊടുക്കുന്ന പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിറാറിക്ക അല്ലെങ്കിൽ ഹൂച്ചോൾ എന്നത് മെക്സിക്കോയിലെ പരമ്പരാഗതമായ ഫോക്കാട്ടാണ്. നിറങ്ങളിലും നിർമ്മിതിയിലും വ്യത്യസ്തത പുലർത്തുന്ന വിറാറിക്കയാണ് ഇവിടെ ഈ കാണുന്ന ഈ ശില്പങ്ങളുടെ എല്ലാം അടിസ്ഥാനം. നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായും പറയാൻ പോകുന്നത് മെക്സിക്കോയിൽ കണ്ട തീർത്തും വ്യത്യസ്തമായ 5 കാര്യങ്ങളാണ്. പൊതുഗതാഗതം, സംസ്കാരം, ഭക്ഷണം, സംഗീതം എന്നിവയിൽ കണ്ട പ്രത്യേകതകളാണ് വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വിമാനം ലാൻഡ് ചെയ്യാൻ സിറ്റിക്ക് മുകളിൽ പറക്കുമ്പോഴേ ഈ സിറ്റിയിലെ ജനസാന്ദ്രത മനസ്സിലാക്കാൻ കഴിയും. ഇന്ത്യൻ നഗരങ്ങളെപ്പോലെ ജനനിബിഡമായ ഈ സിറ്റിയിൽ 2.5 കോടിയോളം മനുഷ്യരാണ് താമസിക്കുന്നത്. എന്നാൽ ലാൻഡ് ചെയ്തപ്പോൾ ഇന്ത്യൻ നഗരങ്ങളിൽ കാണാത്ത പൊതുഗതാഗത സംവിധാനമാണ് ഇവിടെ കാണാനായത്. മുംബൈയേക്കാൾ ജനസംഖ്യയുള്ള ഈ സിറ്റിയിൽ ഓടുന്ന മെട്രോ ബസ് സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ്. ഇതിനായി പ്രത്യേക ട്രാക്ക് ഉള്ളതിനാൽ ഗതാഗതക്കുരുക്കില്ലാതെ ബസ്സുകളിൽ യാത്ര ചെയ്യാനാകും. 50 ലക്ഷത്തോളം യാത്രക്കാർ ഉപയോഗിക്കുന്ന മെട്രോ ട്രെയിനിന് പുറമെയാണ് ഈ മെട്രോ ബസ് സംവിധാനം. മറ്റു ചില ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയിലും ബസ്സുകൾക്കായി ഇതുപോലെ പ്രത്യേക ട്രാക്ക് കണ്ടിട്ടുണ്ട്. എന്നാൽ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞത് ഈ കേബിൾ കാറുകളാണ്. ഇത് ടൂറിസത്തിനായിട്ടല്ല, പബ്ലിക് ട്രാൻസ്പോർട്ടിനായിട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കുന്നിൻ മുകളിൽ താമസിക്കുന്നവർക്കുള്ള ഡെയിലി ട്രാൻസ്പോർട്ടാണ് ഈ കേബിൾ കാറുകൾ. ട്രെയിനും ബസ്സുമൊക്കെ വരുന്ന സ്റ്റേഷനുകളിലേക്കാണ് ഈ കേബിൾ കാറുകൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. 4 വ്യത്യസ്ത കേബിൾ റൂട്ടിലൂടെയായി 2 ലക്ഷത്തോളം പേർ ദിവസവും കേബിൾ കാർ ഉപയോഗിക്കുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത, സാധാരണക്കാർക്കൊക്കെ താങ്ങാൻ കഴിയുന്ന വിധം വളരെ കുറവാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് ടിക്കറ്റ് നിരക്ക്. 50 പെസോ, അതായത് 24 രൂപ മാത്രമാണ് ഒരു യാത്രയ്ക്കുള്ള ടിക്കറ്റ്. മെക്സിക്കോ സിറ്റിയിലൂടെ നടന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണിത്. പൂക്കളമൊരുക്കി ഇവർ നൃത്തം ചെയ്യുന്നത് മഴയ്ക്കു വേണ്ടിയാണ്. സ്പാനിഷ് അധിനിവേശത്തോടെ മെക്സിക്കൻ ജനത ക്രിസ്ത്യാനികളായി മാറിയെങ്കിലും ആസ്ടെക് മായ സിവിലൈസേഷനിലൂടെ കൈമാറി വന്ന പല ആചാരങ്ങളും അവർ കൈവിട്ടിട്ടില്ല. മരിച്ചവരുടെ ദിവസമെന്ന നിലയിൽ ആഘോഷിക്കുന്ന എൽ ഡി എ ഡേ ലോസ് മുർത്തോസ് വേറൊരു ഉദാഹരണമാണ്. ആ ദിവസം മരിച്ചവർക്കായി ഒരുക്കുന്ന വിഭവങ്ങളിൽപ്പെട്ടതാണ് ഈ കേക്ക്. ബന്നിൻ്റെ മുകളിൽ അസ്ഥിയുടെ ആകൃതിയിൽ ലെയറുണ്ടാക്കി മരിച്ചവരെ പ്രതീകവൽക്കരിക്കുകയാണ്. ആൾത്താരയിൽ പൂക്കളവും ഭക്ഷണവും പാനീയവും പ്രിയപ്പെട്ടതൊക്കെയും മരിച്ചവർക്കായി ഒരുക്കിയാണ് ഈ ദിവസം ആഘോഷിക്കുന്നത്. ഇന്ത്യൻ ആചാരങ്ങളുമായി ചില സാമ്യങ്ങൾ ഇതിലും കാണാം. മെക്സിക്കൻ നാഗരികതകളിലെ ദൈവങ്ങൾക്കും ഇന്ത്യൻ ദൈവങ്ങളുമായി സമാനതകൾ പലതുമുണ്ട്. ഇവിടെ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള 16-ാം നൂറ്റാണ്ടിലെ ആസ്ടെക് സൺസ്റ്റോണിന് ഒഡീഷയിലെ കൊണാർക്ക് ക്ഷേത്രശില്പങ്ങളുമായി സാമ്യമുണ്ട്. മെക്സിക്കോയുടെ ദേശീയ ഭക്ഷണമായ ചിലി എൻ നൊഗാഡയാണ് ഈ വിളമ്പുന്നത്. മീറ്റും പഴങ്ങളും നിറച്ച പൊബ്ലാനോ എന്ന മെക്സിക്കൻ കാപ്സിക്കം, ചീസും ക്രീമും ചേർത്ത വാൾനട്ട് സോസ്, നീർമാതളം എന്നിവ ചേർന്നതാണ് ഈ വിഭവം. ഇവയുടെ സീസണായ ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ മെക്സിക്കോയിൽ എവിടെ പോയാലും ഈ വിഭവം കിട്ടും. മെക്സിക്കൻ പതാകയിലെ നിറങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ വിഭവത്തിന്റെ നിറവും. ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും സൈഡ് ഡിഷായി അവോക്കാഡോ ഉണ്ടാകും. ഗോക്കോമോലയാണ് അതിൽ പ്രധാനം. ടാക്കോസിലും ടോർട്ടാസിലും സാലഡിലുമൊക്കെ അവോക്കാഡോ ഉണ്ടാകും. അതുപോലെ പ്രധാനപ്പെട്ട വിഭവമാണ് ഈ കാണുന്ന കള്ളിച്ചെടി. നോപ്പാൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കാക്ടസ് ഇവിടുത്തെ ആഴ്ചച്ചന്തയിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. Removing the thorns. Okay. Okay. Removing the thorns. Te vas a hacer famoso ahí en la You wanna India, try? You wanna try? Yeah, it's nice. അവോക്കാഡോ ഉപയോഗിക്കുന്നത് പോലെയും
സൂപ്പായും സ്റ്റൂവായും ഒക്കെ ഇവരിത് കഴിക്കും. ഇവിടെ ഈ ചന്തയിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് പോക്കിൻ്റെ തൊലിയാണ്. പോക്കിൻ്റെ തൊലി പൊരിച്ച് പപ്പടം പോലെ ഉണ്ടാക്കി കൊക്കോമോലയിൽ മുക്കി കഴിക്കുക എന്നത് ഇവിടുത്തെ ഒരു ശീലമാണ്. അത് ലൈവായി ഉണ്ടാക്കി കൊടുക്കുകയാണ് ഈ ആഴ്ച ചന്തയിൽ. Pork skin. ഓക്കെ It is fried in its own fat, which is called manteca Okay. for Latin America. ഓക്കെ They in the mixing they also put in the slices of oranges, ഓക്കെ milk, which is known as leche clavel, and some other species. സംഗീതമില്ലാത്ത ജീവിതം മെക്സിക്കൻ ജനതയ്ക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. മെക്സിക്കോയുടെ സ്വന്തമായ മരിയാച്ചി മ്യൂസിക് എന്താണെന്നറിയാൻ തലസ്ഥാന നഗരിയിലെ പ്രധാന കേന്ദ്രമായ പ്ലാസ ഗരിബാൾഡിയിലൂടെ ഒന്ന് നടന്നാൽ മാത്രം മതി. That music is common in north part of country, especially in my state, Nuevo León, Coahuila. That music is മെക്സിക്കോ സിറ്റിയിൽ മാത്രം കാണാൻ പറ്റുന്ന വിനോദമാണ് കാശ് കൊടുത്ത് ഇലക്ട്രിക് ഷോക്ക് അനുഭവിക്കുക എന്നത്. സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി ഇത് ചെയ്യുന്നവരുണ്ട്. എന്നാൽ ഇത് അനുഭവിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ എൻ്റെ കൈ കൊടുത്തത്. Así ya están dándose. Hold on. Aguanta. Stop or not? Stop. No, stop. Ya, párele.